അതറിയല്ലോ മോനെ മുത്തേ മുത്തിന് അറിഞ്ഞൂടെ മുത്തേ മുത്തില്ല ജീവിക്കാൻ പറ്റൂല എന്നിട്ട് അറിയില്ല മുത്തേ. ബസ്സിൽ വെച്ച് തനിക്ക് ഒരു യുവാവിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിടേണ്ടി വന്നു എന്ന് കാണിച്ച് മലപ്പുറം അരീക്കോട് സ്വദേശിനിയായ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. വലിയ രീതിയിൽ ആ വീഡിയോയ്ക്ക് പ്രചാരം കിട്ടുന്നു. എന്നാൽ ആ കമന്റുകളിൽ ഭൂരിഭാഗം പേരും യുവാവിനെ അനുകൂലിച്ചുകൊണ്ടും ഇതൊരു വൈറൽ ട്രെൻഡിന്റെ ഭാഗമായുള്ള നീക്കമാണെന്നും കാണിച്ച് യുവതിക്കെതിരെ കമന്റുകൾ ഇടുന്നു. ഇതിനു പിന്നാലെ ആ വീഡിയോ അവരുടെ വാളിൽ നിന്ന് നഷ്ടമാകുന്നു. പിന്നീട് അല്പം കൂടി വിശദമായി എന്താണെന്ന് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണ വീഡിയോ കൂടി യുവതി തന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുന്നു. ആദ്യ വീഡിയോ കണ്ട് തന്നെ മനം നൊന്ത യുവാവ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും സ്ഥാപന ഉടമയോടുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷമം പങ്കുവെക്കുന്നു. താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും തന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പിഴവുണ്ടായിട്ടില്ലെന്നും കണ്ണീരോടെ ആ യുവാവ് തന്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് മനഃപൂർവ്വമായിട്ട് ഒരു റീച്ച് കിട്ടാന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ട് ഇപ്പം കുറച്ച് പെൺപടകൾ ഇറങ്ങിയിരിക്കണേ. അവർക്ക് എങ്ങനെയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വൈറലാവണം, ഈ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അതിന് എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അവരതൊരു വലിയ കണ്ടൻ്റാക്കി എടുക്കുക, അത് എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. അവനിത് കണ്ടിട്ട് നല്ല വിഷമമായിരിക്കണം. അവൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് നീ ഓവർ ടെൻഷൻ അടിക്കണം, ഇത് അങ്ങനത്തെ ഇഷ്യൂ ഒന്നല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇതിനു പിന്നാലെയാണ് യുവതിയുടെ വിശദീകരണ വീഡിയോ കൂടി പുറത്തു വന്നത്. ഇതുകൂടി പുറത്തു വന്നതോടെ വളരെയധികം വിഷമത്തിലായ യുവാവ് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണം. ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയുകയാണ് ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാണ്. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് നോക്കിയിട്ട് വരില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ അത് നോക്കിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാണ് കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞു ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ അയക്കണില്ല, നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞ എല്ലാടാ ഈ അയക്കടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, എനിക്ക് ഇതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ ആ രീതി തന്നെ ഉള്ളൂ, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഒരു സ്വകാര്യ വസ്ത്രനിർമ്മാണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ദീപക് തന്റെ സ്ഥാപനത്തിന്റെ ഉടമ വിളിച്ചതനുസരിച്ച് അദ്ദേഹത്തിന്റെ അരികിലെത്തുന്നു. ഈ സ്ഥാപന ഉടമ പ്രസാദ് വളരെ വിശദമായി തന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും ആ വീഡിയോയിൽ അത് വ്യക്തമാണെന്നും അതുകൊണ്ട് തന്നെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നും ദീപകിനെ അറിയിച്ചു. അഭിഭാഷകൻ കൂടിയായ ബന്ധു വഴി ഇക്കാര്യങ്ങൾ നീക്കാമെന്നുള്ള ഉറപ്പു നൽകി വീട്ടിലേക്ക് മടങ്ങി ദീപക്. പക്ഷേ തനിക്കുണ്ടായ മാനഹാനി ദീപകിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഭാഗത്തൊരു തെറ്റില്ല, അപ്പം നമ്മൾ എന്തെങ്കിലും കൗണ്ടറായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നതുകൊണ്ടൊന്നും പേടിക്കാനൊന്നുമില്ല, വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റിനെ കാണുക ആദ്യം വേണ്ടത്, കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിലുണ്ടോയെന്നുള്ള അവർ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയോ, കോർട്ടിൽ കൊടുക്കുകയാണോ എന്നുള്ള അറിയില്ലല്ലോ. അപ്പം അത് ഞാൻ പൊക്കോളം അറിയുന്ന ആളുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു കസിന് ഒരു അഡ്വക്കേറ്റ് ഉണ്ടെന്നാലും എനിക്കറിയാം. അപ്പം അങ്ങനെ പൊക്കോളം എന്നുള്ളതാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു, അഡ്വക്കേറ്റിനെ കണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളി ഇല്ല, സ്ഥലത്തില്ല, നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിരുന്ന പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ അമ്മയും അച്ഛനും മാത്രമാണ് വീട്ടിലുള്ളത്. ഗോവിന്ദപുരത്തെ വീട്ടിൽ 7 മണി കഴിഞ്ഞും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അച്ഛനും അമ്മയും നിരന്തരം വിളിച്ചു നോക്കിയപ്പോഴും അനക്കമില്ല. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ ദീപകിനെ കാണുന്നത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം അതിനോടകം തന്നെ സംഭവിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. തനിക്കുണ്ടായ മാനഹാനിയിൽ ദീപക് വലിയ വിഷമത്തിലായിരുന്നുവെന്നാണ് അടുത്ത സുഹൃത്തുക്കളടക്കം പറയുന്നത്. ഇക്കാലം അത്രയും ഇത്തരത്തിലുള്ള ഒരു പരാതിയും ദീപകിനെ കുറിച്ച് എവിടെ നിന്നും കേട്ടിട്ടില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറയുന്നു. നമുക്കറിയാം, ആകെ ഒരു മകൻ മാത്രമാണ് അവിടെ ഉള്ളത്, വേറെ ആണും പെണ്ണായിട്ട് വേറെ ആരുമില്ല. അദ്ദേഹമാണ് ഇപ്പോൾ തൂങ്ങി മരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുക, അതിപ്പോൾ വലിയൊരു ട്രെൻഡാണ്. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ കയറി അടുത്തിരിക്കുന്ന ആളുകൾ അവരുടെ കൈ കട്ടുന്നു അല്ലെങ്കിൽ ഷോൾഡർ തട്ടി എന്നൊക്കെ പറഞ്ഞ് കണ്ടൻറ്റ് ഉണ്ടാക്കി റീച്ച് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു സംവിധാനമായിട്ട് തോന്നുന്നു. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ പെൺകുട്ടി തന്നെ പല പോസിലാണ് വീഡിയോ എടുക്കുന്നത്. ആ ഒരു പോസിൽ ഇയാളായിട്ട് ഒരു ടച്ച്, ഇയാൾ ആ കുട്ടിയെ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. രണ്ടാമത്തെ ഒരു സെക്ഷൻ എടുക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കൈ തട്ട്. ഞാൻ ആ വീഡിയോ പൂർണ്ണമായി ശ്രദ്ധിച്ചു.
അപ്പോൾ ഇത്തരത്തിൽ ആളുകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് അതിലൂടെ റീച്ച് ഉണ്ടാക്കി എന്തൊക്കെയോ നേടാമെന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരാൾ തൂങ്ങി മരിക്കും. കുറച്ച് ഒരു അഭിമാനമുള്ള ഒരാളെ തൂങ്ങി മരിക്കണം നമുക്കറിയാം. അദ്ദേഹം ഇതുപോലെ ഈ നാട്ടിൽ എത്ര 10-36 വർഷമായി ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നോട്ടം കൊണ്ട് പോലും ഇങ്ങനെ ഒരു ചെയ്തതായിട്ട് ഈ നാട്ടിൽ ഒരാൾക്കും അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആളല്ല. അപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികൾ റീച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അവർക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പണികൾ ചെയ്യുന്നത് നിർത്തണം. എല്ലാവർക്കും ജീവിതമുണ്ട്, കുടുംബമുണ്ട്, ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ചില ആളുകൾക്ക് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത്. സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ ആകെ കത്തിപ്പടർന്നു. വലിയ രീതിയിലുള്ള പിന്തുണ യുവാവിന് ലഭിച്ചു. പക്ഷെ ആ ജീവൻ ഇതിനോടകം തന്നെ നഷ്ടമായിരുന്നു. മകന്റെ വിയോഗത്തോടെ ആ വീട്ടിലാകെ നിറഞ്ഞു നിൽക്കുന്നത് കനത്ത ശൂന്യതയാണ്. ആ അമ്മയുടെ വാക്കുകൾ, ആ കണ്ണീര്, അതിന് പകരം വെക്കാനാകില്ല ഇനി ആരുടെ സാന്ത്വനത്തിനും ആരുടെ വിശദീകരണത്തിനും. ചീത്ത സ്വഭാവമുള്ളൊരു കുട്ടിയല്ല. എനിക്ക് ഒരു ചീത്ത സ്വഭാവം എൻ്റെ കുട്ടിക്കില്ല. അവരെല്ലാവർക്കും എൻ്റെ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ചീത്ത സ്വഭാവമില്ലാത്ത കുട്ടിയാണ് എൻ്റെ മോൻ. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെയൊന്നും എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദനിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. എനിക്ക് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദീപകിന്റെ വീട്ടിലെത്തി നിരവധി പേർ ഇതിനോടകം ആ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദീപകിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. ഇനി നിയമ വഴിയിലെ നീതി മാത്രമാണ് ആ യുവാവിന് ലഭിക്കാനുള്ളത്. അതല്ലാതെ മറ്റൊന്നും ആ കുടുംബത്തിന്റെ മുറിവിന് അല്പമെങ്കിലും മരുന്നേകാൻ കഴിയില്ല. ആദ്യം ഇവിടെ വന്നിട്ട് ആ ബോഡി പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക, അറസ്റ്റ് ഉണ്ടാകുന്നത് വരെ അതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഞാൻ എത്തിയത് രാവിലെയാണ്. അപ്പോൾ തന്നെ ബോഡി മറവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ DGPക്ക് പരാതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് DGP ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു, അതിനുള്ള നടപടികൾ ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഈ പെൺകുട്ടി വിദേശത്തായിരുന്നു പുള്ളിക്കാരി കൂടുതലും. അപ്പോൾ പുള്ളിക്കാരി വിദേശത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ ഒരു ലൂക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് മുഖേന ഹൈക്കോടതിയിൽ ഇപ്പോൾ ഞങ്ങളത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഓർഡർ ഇന്ന് തന്നെ പുറപ്പെടുവിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മൾ ആ വീഡിയോയിൽ തന്നെ നോക്കുമ്പോൾ അതിൽ ഈ യുവാവ് ദീപക് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. കാര്യം ഈ പെൺകുട്ടി കുറച്ച് ഫേസ് കാണുവാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഫേസ് കാണിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ മുട്ടിൻ്റെ അവിടെ ചേർന്ന് നിന്ന് സ്വയം ഉരസുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. ദീപക് ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമയുടെ വാക്കുകൾ എത്രത്തോളം ആ സ്ഥാപനവും അവിടെയുള്ള ആളുകളുമായി ദീപകിന് അടുപ്പമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. എത്ര നാളായിട്ട് താങ്കളുടെ കൂടെ ഉണ്ട്? 7 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഡീലേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ പുള്ളിയുടെ ഒരു ദീപക് നല്ലത് അറിയുള്ളൂ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിചാരണയ്ക്ക് വെക്കേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല എന്നാണ് ഈ യുവതിയുടെ വീഡിയോയ്ക്ക് താഴെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ട കമന്റ്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും യുവതികൾ അത് ഒരു തെളിവിന് വേണ്ടി വീഡിയോയായി പകർത്തുന്നത് വളരെ നല്ല കാര്യവുമാണ്. പക്ഷേ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിരവധി പ്രശ്നങ്ങൾ അതിന് പുറകിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യുവതി ഒരു പരാതി പോലും നൽകാതെ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതുണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം ഒരു ജീവനായിരുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഒരു പരാതി പോലും നൽകുന്നതിന് മുൻപ് തൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇങ്ങനെ അതിക്രമം നടക്കുന്ന സ്ത്രീകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് പോലും ആളുകൾ പിന്നീട് വേണ്ടുന്ന ഗൗരവം കൽപ്പിക്കാതെയാകും. എന്തായാലും ദീപകിന്റെ മരണം വിരൽ ചൂണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേരളത്തിൽ നിരന്തരം യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് ലഭിക്കേണ്ടതുണ്ട്.